ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് ഗെയിമിംഗ് ഗൈസ്. നിങ്ങൾ ഇത് ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്താണ് സംഭവം എന്ന്. ഗൈസ്, ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രീ ഫയറിൽ പുതിയതായിട്ടൊരു ഇവൻറ്റ് വന്നായിരുന്നല്ലോ, ഒരു ഇമോട്ട് എംപയർ ട്രഷർ ഇമോട്ടെന്ന് അങ്ങനെ എന്താണ്ടാ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എടുക്കാൻ വേണ്ടി ടോപ്പപ്പ് ചെയ്യുന്നതാണ് ഗൈസ്. ഞാനിപ്പോൾ 800 രൂപയുടെ റെഡിയും കോഡ് അടിച്ചു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണം ഗൈസ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ. ഞാൻ അങ്ങനെ 800 രൂപ കൊടുത്ത് 1040 ആണെന്ന് തോന്നുന്നു, 1040 1060 ആണ്. 1060 ഡയമണ്ട് ഗൈസ്. അത് മേടിച്ച് അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് വിനിലുണ്ടായിരുന്ന കട്ടാനയുടെ സ്കിന്ന്, മാസ്ക്, പിന്നെ ആ ഹെയറും കിട്ടി, പിന്നെ ആ ഷൂവും ആ പാൻറ്റും ഗൈസ്. ഇത് ഇത്രയും കിട്ടി ഗൈസ്. അത് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സംഭവം നമ്മൾ ഈ ഇമോട്ട് എംപയർ ട്രഷർ ഇമോട്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സംഭവം വേറെ ഒന്നുമില്ല, സംഭവം കക്കൂസ് ഇരുന്ന് പോണത് തന്നെയാണ് ഗൈസ്. അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല ഗൈസ്. അങ്ങനെ ഞാൻ എന്തായാലും അത് മേടിക്കും. ഇതാണ് ഗൈസ് എൻ്റെ പ്രൊഫൈൽ. ആരൊക്കെയാണ് വിസിറ്റ് ചെയ്തേക്കുന്നത്? 8 പേര്. അതൊന്നും കാര്യക്കണ്ട ഗൈസ്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. നമ്മൾ എടുക്കാൻ പോകുന്ന ഇന്നത്തെ ഇവൻ്റ് ഇതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതെടുക്കാനുള്ള മാപ്പിലാണ് ഗൈസ്. അതിന് മാത്രമല്ല ഇത് കൊള്ളാം കേട്ടോ ഗൈസ്. പക്ഷേ ഇതെടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. നമുക്കത് വേണ്ട, ആവശ്യമില്ല ഗൈസ്. പിന്നെ ഈവോ വോൾട്ട് ഈ സ്കാറിൽ ഈവോ സ്കാർ മെഗാലത്തോണോ അങ്ങനെ എന്താണ്ടാണ് ഗൈസ്. ഈ സ്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതെടുക്കാനുള്ള ഇതും ഇല്ല, ഇതെടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്കിന്ന് ഡയമണ്ട് കുറച്ചാണ് നമുക്ക് ആ ഇമോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഇതിന് കറക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതും കിട്ടിയ കൂട്ടി ഒരു വെടിക്ക് 2 പക്ഷി ഗൈസ്. നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി, നമുക്ക് രണ്ടും കിട്ടും, നമ്മൾ രണ്ടും പൊളിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ഇതിൽ ആദ്യം വേണ്ടാത്ത 2 എടുത്ത് കളയാം. നമുക്ക് പെറ്റ് ഫുഡും കളയാം, സപ്ലൈ ക്രേറ്റും എടുത്ത് കളയാം. അത് നമുക്ക് ആവശ്യമില്ല. അത് രണ്ടും പോട്ട് നമ്മൾ വെറുതെ ഡയമണ്ട് കൊടുത്ത് അത് മേടിക്കുന്നത് വെറുതെയാണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് കളഞ്ഞ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 9 ഡയമണ്ടിൻ്റെ സ്പിൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഫസ്റ്റ് സ്പിൻ ഈശ്വരാക്കാത്തോണ്ടാണ് ഇരിക്കണേ ഗൈസ്. നമ്മളങ്ങനെ ഫസ്റ്റ് സ്പിൻ കറക്കി ഓ മോനെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ ക്രോക്സ് അടിച്ച് ഗൈസ്. ക്രോക്സ് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ചിലപ്പോൾ നേരത്തെ കിട്ടുമായിരിക്കും ഗൈസ്. നമ്മൾ സെക്കൻഡ് സ്പിൻ ചെയ്യുകയാണ്. അതിൽ ക്രേറ്റാണ് ഫേമസിൻ്റെ ഓപ്പൺ. ഫേമസും കാരണം അതിൻ്റെ ഏറ്റവും ആവശ്യമില്ല, പോട്ടപ്പുല്ല്. എടാ മോനെ, അടുത്ത സ്പിൻ ഗൈസ്. നമ്മൾ 39 സ്പിൻ ചെയ്തു ഗൈസ്. ഗൈസ് ഫ്രാഗ്മെൻ്റ് ആണ് ഗൈസ് കിട്ടിയത്, നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അടുത്തത് 69 ചെയ്യുന്ന. ഗൈസ് നോക്കൂ, എടാ നമ്മൾ കക്കൂസ് കിട്ടി ഗൈസ്. കക്കൂസ് കിട്ടി, ടോയ്ലറ്റ് കിട്ടി. ലൂട്ട് ബോക്സ് ആണ് ഗൈസ്. സംഭവിച്ച ലൂട്ട് ബോക്സ് ആണ്, സ്വർണ്ണത്തില, സൂപ്പറാണ്, അത് കൊള്ളാം ഗൈസ്. അടുത്ത് നമുക്ക് ക്രേറ്റാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഏക്കരുത്, അതിൻ്റെ അകത്തുനിന്ന് വേറെ എന്താണോ സാമാനം കിട്ടി, അത് പോകാൻ പറ. 149 സ്പിൻ ചെയ്യുന്നു ഗായ്സ്. നമുക്ക് സ്വർണ്ണക്കുട കിട്ടി. എടാ കള്ള ഗായ്സ്. അങ്ങനെ നമുക്ക് അതും കിട്ടി. മച്ചാൻ എന്ത് ചെയ്യാൻ. അടുത്തത് കടുത്ത് ഗായ്സ്. നോക്കിയാണ് 499 ഡയമണ്ട് വേണം, എൻ്റെ 481 ഉള്ളു ഗായ്സ്. എന്തായാലും ഇത്ര ആയാലും എടുത്തിട്ടേ പോകണുള്ളൂ ഗായ്സ്. നമുക്ക് അടുത്ത ടോപ്പപ്പ് എന്തായാലും ചെയ്യാം. ഒരു 80 കൂടെ ചെയ്തിട്ട് വരാം ഗായ്സ്. ലൈറ്റാക്ക് ഗായ്സ്. അങ്ങനെ നമ്മൾ 80 ടോപ്പപ്പ് റെഡിയും കൂടെ അടിക്കുന്നുണ്ട്. റെഡിയും കൂടെ അടിച്ചു, ടോപ്പപ്പ് പേയ്മെൻറ്റ് കൊടുത്തു. ഓക്കെ ഗായ്സ്. അങ്ങനെ 80 രൂപ വന്നു മച്ചാനെ, പൊളി വൈബാണ്. അങ്ങനെ നമ്മൾ 80-ൻ്റെതും സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട് ഗായ്സ്. സക്സസ്ഫുൾ ആക്കി. അങ്ങനെ 80 ടോപ്പപ്പും നമ്മൾ ചെയ്ത് ഇപ്പം നമുക്ക് 500 സംതിങ് വരണ്ട. 481 ഉണ്ടായിരുന്നു, 100 വരും, 581 വരും. യെസ്, 581 ഡയമണ്ട് ആയി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഇനി ഐശ്വര്യമായിട്ട് ആ ഇമോട്ട് അങ്ങ് തൂക്കാം. എവിടെ ഇമോട്ട്? ലക്കി റോയൽ. ഓക്കെ കമോൺ ഗൈസ്. അങ്ങനെ നമ്മൾ 499 ഡയമണ്ട് കൊടുത്ത് അവസാന സ്പിന്ന് ഗൈസ്. നമുക്ക് സ്കാർ എടുക്കാൻ അപ്പോൾ പറ്റൂല. അങ്ങനെ എന്തായാലും ഗൈസ് നമ്മളെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫേഡഡ് വീലിൽ നിന്ന് നമ്മളെ ന്യൂ അല്ല എംപയർ ട്രഷർ സംഭവം. അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല, എന്തുകൊണ്ടാണ് കുറച്ച് എംപയർ ട്രഷർ ഞാൻ നേരെ വായിച്ചില്ല. അങ്ങനെ ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതായിരിക്കുന്നു മുത്തുമണി ഇമോട്ട്, ഇതായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇമോട്ടിനെ എടുത്ത് എവിടെ കൊണ്ടുവയ്ക്കാം, ഏതിനെ കളഞ്ഞിട്ട് എവിടെ കൊണ്ടുവയ്ക്കാം ഗൈസ്. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഇതിനെ അവിടെ കൊണ്ടുവയ്ക്കാം, അങ്ങറ്റം കൊണ്ടുവയ്ക്കാം. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ എന്തായാലും അങ്ങനെ ഇമോട്ട് എടുത്തു. പൊളിയായിട്ടുണ്ട് ഗൈസ്, പൊളിയായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇമോട്ട് എടുത്ത് വെച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇമോട്ട് എടുത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഇമോട്ട് ഇട്ടൊരു കളിയും കൂടെ കളിക്കാം ഗൈസ്. നമുക്കൊരു ഗെയിമും കൂടെ നമുക്കൊരു ഫുൾ മാപ്പ് റാങ്കും കൂടെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം സ്ട്രൈറ്റ് ഫോർവേഡ് ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഗെയിമിൽ കയറി ഗൈസ്. ഞാൻ കുറേ പഠിച്ച് കളഞ്ഞു. അപ്പോൾ എടാ ഭയങ്കര ഇഞ്ച് ലൈഫായി ഗൈസ്. ജസ്റ്റ് മിസ്. എൻ്റെ പൊന്നെ, ഇഞ്ച് ലൈഫിലാണെങ്കിൽ നമ്മളവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവനെ ഫിനിഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ M18 കിടക്കുന്ന M18 എടുത്ത് നമുക്കിനി ഒരു മെഡും കൂടെ അടിക്കാം ഗൈസ്. മെഡ് അടിച്ചിട്ട് നമുക്ക് ഇമോട്ട് അങ്ങ് ഇടാം.
ഇവിടെ ഇട്ട് നമുക്ക് ഓട്ടിക്കാം, നമുക്ക് ഇവിടെ ഇട്ട് ഓട്ടിക്കാം ഗായ്സ്. മേളിൽ നിന്ന് അങ്ങനെ അവൻ പറന്നിറങ്ങുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ സോളോ ആയിട്ടല്ലേ വന്നു, സ്ക്വാഡല്ല, അതുകൊണ്ട് അവന്മാർക്ക് റിവ്യൂ ആയിട്ട് ഇറങ്ങാൻ പറ്റും ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി ആ ഇമോട്ട് അയ്യോ പോയി. ഗായ്സ് വെയിറ്റ്. കുജു കുജു വണ്ടി പി ഗായ്സ്. അങ്ങനെ നമ്മൾ കക്കൂസിൽ പറക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ അതും അങ്ങനെ കരസ്ഥമാക്കി. കൊള്ളാമല്ലേ സംഭവം, കൊള്ളാമല്ലേ പൊളി. നിങ്ങൾക്ക് ഗായ്സ്, നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിളും ചെയ്യുക ഗായ്സ്. ഇതിനേക്കാളും നല്ല നല്ല വീഡിയോ കണ്ടന്റ് ആയിട്ട് നമ്മൾ വീണ്ടും വരും ഗായ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തേക്ക് തൽക്കാലം ടാറ്റ പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ ബൈ ബൈ.